ഒരു സാധാരണ ഒരു കസ്റ്റമർ അഫ്ര എഞ്ചിനീയേഴ്സ് ചൂസ് ചെയ്യുന്നു, ഒരു പ്ലാന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ചൂസ് ചെയ്യുമ്പോൾ ആ ഒരു കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ആ ഒരു കസ്റ്റമർ ഇതെല്ലാം ചൂസ് ചെയ്തതിന് ശേഷം ഫ്യൂച്ചറിൽ നിങ്ങൾ എന്തൊക്കെ സർവീസസ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു കസ്റ്റമർ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്? അഫ്ര എഞ്ചിനീയേഴ്സ് നമ്മളൊരു പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം 5 വർഷത്തെ ഫ്രീ സർവീസാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഒരു വർഷത്തിൽ നമ്മളൊരു 4 പ്രാവശ്യം ഫ്രീ സർവീസ് ഉണ്ടാവും. പാനൽ വാഷ്, പാനൽ ക്ലീനിങ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വോൾട്ടേജ് അതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യും. ഇൻവെർട്ടറിൻ്റെ സെറ്റിങ്സ് എല്ലാം ചെക്ക് ചെയ്യും. അതുപോലെ ഓരോ പാരാമീറ്റേഴ്സും നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ 5 വർഷത്തെ ഫ്രീ സർവീസ് കൊടുക്കുന്നത്. നമ്മൾ ബാക്കിയുള്ള കമ്പനികളും അല്ലെങ്കിൽ എല്ലാവരും പറയുന്ന പോലെ ഒരു 5 വർഷത്തെ സർവീസ് അല്ല, അത് നമ്മൾ ഓൾറെഡി എല്ലായിടത്തും ഓരോ 4 മാസവും നമ്മൾ വരും. എന്നിട്ട് അഥവാ 4 മാസത്തിനുള്ളിൽ ഇതിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ തന്നെ വിത്തിൻ 24 hours നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ് അവിടെ വന്ന് ആ ഒരു പ്രോബ്ലം ഫിക്സ് ആക്കിയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഓക്കെ. ഹായ്, ഹലോ, നമസ്കാരം. അടുത്തറിയാമൻ്റെ പുതിയൊരു സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് എറണാകുളം കളമശ്ശേരിയിലെ അഫ്ര എഞ്ചിനീയേഴ്സിൻ്റെ ഒരു പുതിയ വർക്ക് സൈറ്റിലാണ്. യെസ്, അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് അഫ്ര എഞ്ചിനീയേഴ്സിൻ്റെ മാനേജിംഗ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള മനീഷ് ആൻഡ് ഷിഹാബാണ്. അപ്പോൾ വെൽക്കം. ശരിക്കും ഇവിടെ വന്നപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയി. കാര്യം വെൽ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ഒരു സൈറ്റാണ് കണ്ടിട്ടുള്ളത്. ഒരുപാട് സോളാർ കമ്പനീസ് കണ്ടിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ അഫ്ര എഞ്ചിനീയേഴ്സ് എങ്ങനെയാണ് വ്യത്യസ്തമായി നിൽക്കുന്നത്? അഫ്ര എഞ്ചിനീയേഴ്സ് മെയിനായിട്ട് ഞങ്ങൾ നോക്കുന്ന ഒരു സൈറ്റിൽ നമ്മൾ ഫസ്റ്റ് ടൈം വന്നു കഴിഞ്ഞാൽ ആ സൈറ്റിൻ്റെ എക്സ്റ്റീരിയർ ഒട്ടും പോകാതെ എങ്ങനെ സോളാർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞങ്ങൾ കസ്റ്റമറായിട്ടുള്ള ഫസ്റ്റ് മീറ്റിങ്ങിൽ തന്നെ പറയുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ വരിക, കസ്റ്റമറെ മീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമറിൻ്റെ ഈ പ്ലാൻ എടുത്തിട്ട് എവിടെ നമ്മൾ സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലെ അല്ലെങ്കിൽ ഈ വില്ലയുടെ എക്സ്റ്റീരിയർ പോകാതിരിക്കാൻ പറ്റുമെന്നാണ് ഫസ്റ്റ് നമ്മൾ നോട്ട് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് നമ്മുടെ ഇത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഗോള തന്നെ നമ്മൾ ലീക്ക് പ്രൂഫാണ്. അപ്പം നമുക്ക് ഇപ്പം ആ സൈറ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ആ സൈറ്റിൽ എല്ലായിടത്തും പോളികാർബണേറ്റ് ഷീറ്റോ അല്ലെങ്കിൽ നോർമൽ ഷീറ്റോ വെച്ചിട്ടാണ് ഓൾറെഡി ഇത് ഡിസൈൻ ചെയ്ത് പോയിരിക്കുന്നത്. അപ്പം കസ്റ്റമറിന് ഏറ്റവും മിനിമം ആയിട്ടുള്ള കോസ്റ്റിലും അതുപോലെ തന്നെ എക്സ്റ്റീരിയർ ഒട്ടും പോകാൻ പാടില്ല എന്ന് നിർബന്ധമായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു ഡിസൈൻ ചൂസ് ചെയ്തത്. ഇത് 100% ലീക്ക് പ്രൂഫാണ്. അതുപോലെ ടോപ്പ് കോൺ സീരീസ് പാനലാണ്. ടോപ്പ് കോൺ സീരീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 3-4 ഡിഫറെൻറ്റ് ടൈപ്സ് പാനൽസ് വരുന്നുണ്ട് നമ്മൾ. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമറിന് ഈ പാനൽസ് എങ്ങനെ ചൂസ് ചെയ്യണമെന്ന് ഇപ്പോഴും കസ്റ്റമറിന് അറിയില്ല. അപ്പോൾ നമ്മൾ കസ്റ്റമറിൻ്റെ അടുത്ത് ഫസ്റ്റ് നമ്മൾ വന്നിട്ട് ഈ 4 ടൈപ്പ് പാനൽസും എന്താണെന്ന് കസ്റ്റമറിനെ ആദ്യം എഡ്യൂക്കേറ്റ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരു പ്രസന്റേഷൻ ഉണ്ടായിരിക്കും. ആ പ്രസന്റേഷനിൽ A to Z സോളാർ എങ്ങനെയാണ് വെച്ച് കഴിഞ്ഞാലാണ് നമുക്ക് കറണ്ട് ബില്ല് 0 ബില്ലിങ്ങിലേക്ക് പോകുന്നതെന്ന് ഫസ്റ്റ് കസ്റ്റമറിനെ ഫസ്റ്റ് മീറ്റിംഗിൽ തന്നെ നമ്മുടെ കമ്പനിയിൽ നിന്ന് റെപ്രസെന്റ് ചെയ്തിട്ട് ആരാണ് പോകുന്നത് ആൾ കറക്റ്റായിട്ട് ക്ലാരിറ്റി മനസ്സിലാക്കി കൊടുക്കണമെന്നുള്ള നിർബന്ധമാണ്. രണ്ടാമത് നമ്മൾ ചെയ്യണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാനൽസിന്റെ ഡിഫറൻസ് ആദ്യം തന്നെ കസ്റ്റമർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഇത് പോളിക്രിസ്റ്റലൈൻ, മോണോപെർക്ക്, ഹാഫ് കട്ട്, ബൈഫേഷ്യൽ 3-4 ടെക്നോളജി പാനൽസ് ഉണ്ട്. അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് പാനലാണ് നമ്മളിപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്, ടോപ്പ് കോൺ ബൈഫേഷ്യൽ മൊഡ്യൂൾ. ഈ ബൈഫേഷ്യലിൽ തന്നെ 2 ടൈപ്പ് പാനൽസ് ഉണ്ട്. കസ്റ്റമറിന് ഇത് അറിയില്ല, ആരെയും തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമുക്ക് നോക്കി കഴിഞ്ഞാൽ പാനൽസിന്റെ മുകളിൽ നിന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പാനൽസും ഒരുപോലെ ഇരിക്കണം. പിന്നെ അതിന്റെ ബ്രാൻഡും നോക്കണം. അതുപോലെ തന്നെ ഇപ്പം ഈ ടോപ്പ് കോണും ബൈഫേഷ്യലും അതുപോലെ തന്നെ മോണോപെർക്ക്, ഹാഫ് കട്ടൊക്കെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. മോണോപെർക്ക്, ഹാഫ് കട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാനൽസിന്റെ അടിയിൽ വൈറ്റ് ഫിലിം കോട്ടിംഗ് ആയിരിക്കും. ഇത് ഡ്യുവൽ സൈഡ് സെൽസ് ആണ് പാനൽ, ബൈഫേഷ്യൽ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ. അതായത് നമുക്ക് അടിയിൽ നിന്നുള്ള റിഫ്ലക്ഷൻ കൊണ്ട് നമുക്ക് തിരിച്ച് ഇപ്പൊ സൺലൈറ്റ് മുകളിൽ നിന്ന് നമുക്ക് അടിച്ചിട്ട് മുകളിലും സെൽസ് ഉണ്ട്. അതുപോലെ മുകളിൽ ഓൾറെഡി പ്രൊഡക്ഷൻ ഉണ്ടായിരിക്കും. ഗ്ലാസ്സിൽ കൂടെ നമ്മൾ തിരിച്ച് നമ്മുടെ താഴെ എന്ത് സർഫസ് ആണോ അവിടെ തട്ടിയിട്ട് വീണ്ടും റിഫ്ലക്ട് ചെയ്യുമ്പോൾ അടിയിലത്തെ സെൽസ് അബ്സോർവ് ചെയ്തിട്ട് അതിലും പ്രൊഡക്ഷൻ ജനറേറ്റ് ചെയ്യും. അതാണ് ബൈഫേഷ്യൽ മൊഡ്യൂൾ. ഇതാണ് നമ്മൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ സൈറ്റുകളിലും നമ്മളിപ്പോൾ ബൈഫേഷ്യൽ മൊഡ്യൂൾ തന്നെയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഒരു സാധാരണ ഒരു കസ്റ്റമർ അഫ്ര എഞ്ചിനീയേഴ്സ് ചൂസ് ചെയ്യുന്നു, ഒരു പ്ലാന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ചൂസ് ചെയ്യുമ്പോൾ ആ ഒരു കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ആ ഒരു കസ്റ്റമർ ഇതെല്ലാം ചൂസ് ചെയ്തതിന് ശേഷം ഫ്യൂച്ചറിൽ നിങ്ങൾ എന്തൊക്കെ സർവീസസ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു കസ്റ്റമർ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്? അഫ്ര എഞ്ചിനീയേഴ്സ് നമ്മളൊരു പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം 5 വർഷത്തെ ഫ്രീ സർവീസാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഒരു വർഷത്തിൽ നമ്മളൊരു 4 പ്രാവശ്യം ഫ്രീ സർവീസ് ഉണ്ടാവും. പാനൽ വാഷ്, പാനൽ ക്ലീനിങ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വോൾട്ടേജ് അതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യും. ഇൻവെർട്ടറിൻ്റെ സെറ്റിങ്സ് എല്ലാം ചെക്ക് ചെയ്യും. അതുപോലെ ഓരോ പാരാമീറ്റേഴ്സും നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ 5 വർഷത്തെ ഫ്രീ സർവീസ് കൊടുക്കുന്നത്. നമ്മൾ ബാക്കിയുള്ള കമ്പനികളും അല്ലെങ്കിൽ എല്ലാവരും പറയുന്ന പോലെ ഒരു 5 വർഷത്തെ സർവീസ് അല്ല, അത് നമ്മൾ ഓൾറെഡി എല്ലായിടത്തും ഓരോ 4 മാസവും നമ്മൾ വരും. എന്നിട്ട് അഥവാ 4 മാസത്തിനുള്ളിൽ ഇതിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ തന്നെ വിത്തിൻ 24 hours നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ് അവിടെ വന്ന് ആ ഒരു പ്രോബ്ലം ഫിക്സ് ആക്കിയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഓക്കെ. നമ്മൾ ഈ അടുത്തടുത്തുള്ള വീടുകളൊക്കെ കാണുമ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സിറ്റി ലൈഫിൽ എപ്പോഴും നമ്മൾ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് താമസിക്കുകയാണ്. നമുക്ക് ഒരു
ഒത്തിരി സ്ഥലം ഉണ്ടെങ്കിൽ പോലും അത് മാക്സിമം യൂസ് ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ ഇതേപോലെയുള്ള പ്ലാന്റുകൾ വെച്ചിട്ടുള്ള സ്ഥലം കളയാതെ വളരെ എല്ലാം നല്ല രീതിയിൽ തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയുള്ള കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു സ്പെഷ്യൽ വിങ് നിങ്ങളുടെ ഒരു സ്ഥാപനത്തിലുണ്ടോ? യെസ്, നമുക്ക് പ്രൊജക്ട്സ് ഹാൻഡിൽ ചെയ്യുന്ന വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊജക്ട് എഞ്ചിനീയേഴ്സ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് ഉണ്ട്. പിന്നെ ഡിസൈൻ, ഇപ്പോൾ ഈ ഒരു സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ എസ്തെറ്റിക്കലി നമുക്ക് ഈ ഒരു വീടിന് ഒരു പ്രശ്നവും വന്നിട്ടില്ല. വീടിൻ്റെ എക്സ്റ്റീരിയറിനെ ബാധിക്കാത്ത രീതിയിൽ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ഡിസൈൻ നമ്മൾ ചെയ്തേക്കുന്നത്. ഇപ്പോൾ രണ്ട് സൈഡിലേക്കുള്ള വീടുകൾ എടുത്ത് നോക്കുവാണെങ്കിൽ അവിടെ പർഗോള തന്നെയുണ്ട്, അവിടെ പോളികാർബണേറ്റിൻ്റെ ഷീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മളൊരു എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതെ. പിന്നെ ഇതിൻ്റെ പുറകിൽ തന്നെ വീടിൻ്റെ പുറകിൽ തന്നെ നമ്മളൊരു ടോട്ടൽ 10 കിലോവാട്ടിൻ്റെ സിസ്റ്റമാണ്. 5 കിലോവാട്ട് നമ്മൾ ഫ്രണ്ടിൽ പ്ലേസ് ചെയ്തു, ബാക്ക് സൈഡിൽ അടുത്ത 5 കിലോവാട്ട് പ്ലേസ് ചെയ്തു. അതും നമ്മുടെ ഇതിൻ്റെ വ്യൂവിനെ ഒട്ടും ബാധിക്കാത്ത, വീടിൻ്റെ വ്യൂവിനെ ബാധിക്കാത്ത രീതിയിലാണ് മാക്സിമം സ്ഥലം സേവ് ചെയ്തുകൊണ്ട്. ശരിക്കും ഈ സോളാർ ചൂസ് ചെയ്യുന്ന ഒരു കസ്റ്റമർ എന്തൊക്കെ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്? സോളാർ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട പാനലും ഇൻവേർട്ടറുമാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇൻവേർട്ടേഴ്സ്. നമുക്ക് സ്ട്രിംഗ് ഇൻവെർട്ടറും വരുന്നുണ്ട്, മൈക്രോ ഇൻവെർട്ടറും വരുന്നുണ്ട്. ആ മൈക്രോ ഇൻവെർട്ടറിലും സ്ട്രിംഗ് ഇൻവെർട്ടറിലും നമുക്ക് ഒരു എത്ര കൊല്ലം നമുക്ക് വാറണ്ടി നമുക്ക് വലിയൊരു ഘടകമാണ്. നമ്മൾ ഇത് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ സർവീസും വാറണ്ടിയാണ് നോക്കേണ്ടത്. പാനലിൽ നമുക്ക് വരുന്ന ഏറ്റവും പ്രീമിയം പ്രോഡക്റ്റ് നമുക്ക് ഏകദേശം 30 കൊല്ലം നമുക്ക് വാറണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻവെർട്ടർ ആണെങ്കിൽ സ്ട്രിംഗ് ടൈപ്പ് ആണെങ്കിൽ 10 ഇയേഴ്സും, മൈക്രോ ഇൻവെർട്ടർ അപ് ടു 25 ഇയേഴ്സ് വരെ നമുക്ക് വാറണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ മൈക്രോ ഇൻവെർട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സ്ട്രിംഗ് ഇൻവെർട്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ പാനൽസും കൊണ്ട് കൂടി കണക്ട് ചെയ്തിട്ട് ഒരു മെയിൻ ഇൻവെർട്ടറിൽ വരും. ആ മെയിൻ ഇൻവെർട്ടറിൽ നിന്നായിരിക്കും DC AC ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് പോവുക. ഇത് നമുക്ക് മൈക്രോ ഇൻവെർട്ടർ ആണെങ്കിൽ ഒരേ പാനലിനും ഒരേ ഇൻവെർട്ടർ ആയിരിക്കും. അപ്പോൾ ഉള്ള ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമറിന് ഇപ്പോൾ ഒരു 5 കിലോവാട്ട് ചെയ്തിട്ട് ഒരു 6 or 7 പിന്നീട് എപ്പോഴെങ്കിലും ഒരു 2-3 ഇയർ കഴിഞ്ഞിട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഈസി ആയിരിക്കും. നമുക്ക് ഇതിൻ്റെ അകത്ത് പാനലും ഇൻവെർട്ടറും മാത്രമല്ലാതെ നമുക്ക് ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് ACDB വരുന്നുണ്ട്, DCDB വരുന്നുണ്ട്, ലൈറ്റ്നിങ് അറസ്റ്റ് വരുന്നുണ്ട്, AC/DC കേബിൾസ് ഏതാണെന്ന് നോക്കണം, എർത്ത് ബിറ്റ് ഉണ്ട്, ലൈറ്റ്നിങ് അറസ്റ്റ് കോപ്പർ ആണോ, എർത്ത് ബിറ്റ് കോപ്പർ ആണോ, ഇതൊക്കെ നമ്മൾ ഓരോന്ന് പാരാമീറ്റേഴ്സ് നമ്മൾ എടുത്തെടുത്ത് ചെക്ക് ചെയ്താൽ മാത്രമാണ് ഇത് പ്രീമിയം പ്രൊഡക്റ്റ് കാറ്റഗറിയിൽ നമുക്ക് കൊണ്ടുവരാനും നല്ല ക്വാളിറ്റി നമുക്ക് മേക്ക് ചെയ്ത് നമുക്കിത് പ്ലേസ് ചെയ്യാനും പറ്റത്തുള്ളൂ. ഈ ആഫ്റ്റർ സർവീസ് നമുക്ക് പ്രൊഡക്ഷൻ്റെ എഫിഷ്യൻസി കൂടണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ പ്രൊഡക്റ്റും നമുക്ക് നല്ലതായിരിക്കണം. അത് നമ്മൾ കസ്റ്റമർ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു കൊട്ടേഷൻസ് എടുത്താലും ഡീറ്റെയിൽ കൊട്ടേഷൻ എടുക്കുക. സിംഗിൾ പേജ് കൊട്ടേഷൻ ഒരിക്കലും എടുക്കരുത്. നമുക്ക് 3 കിലോവാട്ട് മുതൽ 1 കിലോവാട്ട് മുതൽ നമുക്ക് സബ്സിഡി സ്റ്റാർട്ട് ചെയ്യും. 1 കിലോവാട്ടിന് 30,000 രൂപ, 2 കിലോവാട്ട് വരുമ്പോൾ 60,000 രൂപ, 3 കിലോവാട്ടിന് നമുക്ക് 78,000 രൂപയാണ് സബ്സിഡി വരുന്നത്. 3 കിലോവാട്ട് മുതൽ 10 കിലോവാട്ട് വരെ നമുക്ക് 78,000 രൂപ നമുക്ക് സബ്സിഡി ഇപ്പോൾ ഗവൺമെന്റ് തരുന്നുണ്ട്. അപ്പോൾ ശരിക്കും എവിടെയൊക്കെയാണ് ഇന്ന് നമുക്ക് സർവീസ് അവൈലബിൾ ആയിട്ടുള്ളത്? സർവീസ് കേരളത്തിലുണ്ട്, തമിഴ്നാട്, കർണാടക, ഗോവ. അപ്പോൾ എനിവേ താങ്ക് യു സോ മച്ച്. വിലയേറിയൊരു സമയം നമ്മളുമായിട്ട് സ്പെൻഡ് ചെയ്തതിൽ നന്ദി. അപ്പോൾ ഇതൊരു വലിയ ലെവലിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. യെസ്, അപ്പോൾ അടുത്തറിയാമിൻ്റെ പുതിയൊരു സെഗ്മെന്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സെഗ്മെന്റുമായി വീണ്ടും കാണാം.